തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലകളിൽ പോളിംഗ് പുരോഗമിക്കുന്നു. കനത്ത പോളിംഗ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് UDFനെ കോൺഗ്രസിനെ വെട്ടിലാക്കി അടൂർ പ്രകാശിന്റെ ചില പരാമർശങ്ങൾ. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. സർക്കാർ അല്ലെങ്കിലും അപ്പീലും പോവുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ദിലീപിന് നീതി കിട്ടിയെന്ന് പറഞ്ഞു കുടുങ്ങിയ അടൂർ പ്രകാശ്. വോട്ടെടുപ്പ് ദിവസം അതിജീവിതയ്ക്കെതിരായ UDF കൺവീനറുടെ പരാമർശത്തിൽ വെട്ടിലായി കോൺഗ്രസ്. പാർട്ടി നിലപാടല്ലെന്ന് പരസ്യമായി തള്ളിപ്പറഞ്ഞ് ചെന്നിത്തലയും കെ മുരളീധരനും. വിവാദമായതോടെ മലക്കം മറിഞ്ഞ അടൂർ പ്രകാശ്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തേണ്ട, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഗൂഢാലോചന തെളിയിക്കാൻ ദിലീപ് നിയമ നടപടിക്ക് വിധിപ്പകർപ്പ് കിട്ടിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകും. ഗൂഢാലോചന ഇല്ലെന്നു പറഞ്ഞ മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചെന്നും ദിലീപ്. നടന്റെ വാദം തള്ളി മുഖ്യമന്ത്രി. അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ശബരിമലയും രാഹുൽ മാങ്കൂട്ടത്തിലും ചർച്ചയാക്കി നേതാക്കൾ. അതിജീവിതയ്ക്കൊപ്പമെന്ന സന്ദേശം നൽകി LDF. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് UDF. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് BJP. ആവേശത്തോടെ ബൂത്തിലെത്തി താരങ്ങൾ. ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി നടൻ ദിലീപ്. വോട്ടിട്ട് ആസിഫ് അലിയും രഞ്ജി പണിക്കരും. പ്രീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തി കുടുങ്ങി R ശ്രീലേഖ. സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവാദമായപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു. SIRൽ ഇതുവരെ കണ്ടെത്താനാവാത്തത് 22 ലക്ഷം വോട്ടർമാരെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പട്ടിക സംബന്ധിച്ച് കൂടുതൽ പരിശോധന. സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. SIRൽ പാർലമെന്റിൽ 10 മണിക്കൂർ ചർച്ച. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20 ഇന്ന്. മത്സരം കട്ടക്കിൽ വൈകിട്ട് 7 മണിക്ക്. സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. ഉച്ചയ്ക്ക് 1 മണി വരെ 40.23% വോട്ടിംഗ് രേഖപ്പെടുത്തി. എറണാകുളത്തും കോട്ടയത്തും 43% പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 11,168 വാർഡുകളിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, B ശിവൻകുട്ടി, റോഷി അഗസ്റ്റിൻ, VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ UDFും BJPയും ചർച്ചയാക്കുന്നത്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. VV അരുണും ഡാനി പോളും G ശ്രീജിത്തും വിവിധ മേഖലകളിലും ചേരുന്നു. ആദ്യം അരുണിലേക്ക് ഒന്ന് പോകണം. അരുണ്, ഇന്നിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അല്ലേ രാവിലെ മുതൽ ചർച്ചയ്ക്ക് വന്നു. അതിൽ പ്രധാനം ഒന്ന് ശബരിമലയായിരുന്നു. മറ്റൊന്ന് അടൂർ പ്രകാശ് ദിലീപിനെ പിന്തുണച്ച് കൊണ്ടുവന്ന വിഷയങ്ങൾ, വാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള, അങ്ങനെ അനവധി കാര്യങ്ങൾ കടന്നു വരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസവും വിവാദങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒന്നും ഒരു പഞ്ഞവുമില്ലാത്ത അവസ്ഥയാണ്.
തീർച്ചയായിട്ടും അതൊക്കെ പോളിംഗ് എങ്ങനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഒരു ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് പ്രകാരം 40.63 അതായത് 41% പോളിംഗ് ആണ് സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ആകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പറയുന്നത്. ഇതിൽ തന്നെ ഏതായാലും ഈ 40% എന്ന് പറയും ഔദ്യോഗിക കണക്ക് പറയുമ്പോൾ അത് ഏറെക്കുറെ ഒരു 45 അടുത്തേക്കും എത്തിക്കാണണം. അതായത് 50%-നടുത്ത് പോളിംഗിലേക്ക് ഉച്ച 2 മണിക്ക് മുമ്പ് തന്നെ കാര്യങ്ങൾ എത്തിയേക്കാം എന്ന സൂചനയായി വേണം ഇതിനെ കാണാൻ. രജിത് ചോദിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുന്നു. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയവും അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് UDF കൺവീനറുടെ ഒരു പ്രസ്താവനയാണ്. ദിലീപിന് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി എന്നൊരു പ്രസ്താവന വലിയ രീതിയിൽ അത് വിമർശിക്കപ്പെട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഇടപെട്ടു. കോൺഗ്രസ് നേതൃത്വം അതിന്റെ അപകടം തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പ്രസ്താവന വന്ന മിനിറ്റുകൾക്കുള്ളിൽ അടൂർ പ്രകാശിന്റെ ഭാഗത്തുണ്ട് വലിയ മോശം പരാമർശം എന്ന വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിലുണ്ടായി. KPC ആസ്ഥാനത്ത് KPC അധ്യക്ഷനും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി AC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ എത്തിച്ചേർന്നു. അടൂർ പ്രകാശിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹം പിന്നീട് നിലപാട് ഭയപ്പെടുത്തിയ രീതിയിൽ പൂർണ്ണമായും മാറ്റിയെന്ന് പറയാൻ കഴിയില്ല. കോടതി വിധി അംഗീകരിക്കേണ്ട ചോദിച്ചുകൊണ്ടാണ് താൻ ഇതയ്ക്കൊപ്പമാണ് എന്നുകൂടി പറഞ്ഞു വച്ചത്. പക്ഷേ അടൂർ പ്രകാശിന്റെ പ്രസ്താവന വലിയ ചർച്ച ചെയ്യപ്പെട്ടു. M വാസനൊക്കെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. കോൺഗ്രസ് നിലപാടല്ല അത് എന്ന തരത്തിലേക്ക് നിലപാടെടുത്തു. അത് ഒരു ചർച്ചാ വിഷയം തന്നെയായി മാറിക്കഴിഞ്ഞു. ഇതിനകം തന്നെ കോൺഗ്രസ് ഇപ്പോൾ തിരുത്താൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇതുവരെയും CPM-ന് എതിരായി മാറുമെന്ന ആശങ്ക CPM കേന്ദ്രങ്ങളും കടുത്ത രീതിയിൽ തന്നെയുണ്ട്. കാരണം കോൺഗ്രസും BJP-യും ഒക്കെ ഇപ്പോഴും അത് ഉന്നയിക്കുകയാണ്. സുരേഷ് ഗോപി പോലും എന്ന് പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, വികസനമാണ് വരേണ്ടതെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ജനങ്ങൾ പ്രതികാരം ചെയ്യും, വിശ്വാസ വിഷയത്തിൽ ജനങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് സുരേഷ് ഗോപി പോലുള്ള നേതാക്കൾ തന്നെ പറയുന്നു. വികസനം തന്നെയാണ് ഇടതുപക്ഷവും BJP-യും ഒക്കെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോഴും ഇത്തരം വിവാദ വിഷയങ്ങൾ കൂടി ചർച്ചയിൽ വരുന്നുണ്ട്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എവിടെയെന്ന ചോദ്യം ഇന്നും CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും സജീവമായ തെരഞ്ഞെടുപ്പിലുണ്ട്. ഏതായാലും നല്ലൊരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. ഈ ഉച്ചവരെയുള്ള 42% ഇപ്പോൾ ആകുന്നു. അത് 45-ഓ 50-ഓ ഒക്കെയായി വരും മണിക്കൂറുകൾക്ക് 2 മണിക്ക് മുമ്പ് തന്നെ 50-നോട് അടുത്താകും. അങ്ങനെ തീരെ മോശമല്ലാത്തൊരു പോളിംഗ് 7 ജില്ലകളിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ജനങ്ങൾ രാവിലെയൊക്കെ വലിയ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയെങ്കിൽ ഇപ്പോൾ അത്രയ്ക്കൊരു ഉച്ചസമയമായതുകൊണ്ട് കടുത്ത ചൂടുണ്ട്, കടുത്ത വെയിലുണ്ട്. അതുകൊണ്ടാകാം സാധാരണയായി ഈ രാത്രി വൈകുന്നേരത്തോടു കൂടിയാകും അല്ലെ ഈ ഉറച്ച വോട്ടുകളെന്ന് കരുതുന്നവർ, ചിലരൊക്കെ വീട്ടിൽ മടിച്ചിരിക്കുന്നവർ, അവരെയൊക്കെ സ്വന്തം ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞേക്കും. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടി പോളിംഗ് ശതമാനം വർദ്ധിക്കുക. നേരത്തെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ 75-ന് മുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു നല്ല പോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് എത്താനുള്ള സാധ്യതകൾ അത്ര വിദൂരമല്ല, അത്ര വിരളവുമല്ല. തീർച്ചയായിട്ടും പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് വോട്ടിംഗ് വന്നാലും അത്ഭുതപ്പെടാനുമില്ല. ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികം നല്ല പോളിംഗ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഈ വരാത്ത ആളുകളെയൊക്കെ കൃത്യമായി ഓരോ ആളുകളെ തിരഞ്ഞ് പോളിംഗ് ഏജന്റുമാർ, പാർട്ടി പ്രവർത്തകരൊക്കെ ആ രീതിയിൽ ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ തലത്തിലുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് ഈ ഘട്ടത്തിൽ 32.8% മാത്രമാണ് തിരുവനന്തപുരത്ത് പോളിംഗ്. കൊല്ലത്ത് അത് 41.9 പത്തനംതിട്ടയിൽ 40.49 ഉണ്ട്. ആലപ്പുഴയിൽ 43.42 ഉണ്ട്. കോട്ടയത്ത് 41.46 ഉണ്ട്. ഇടുക്കിയിൽ 39.86 ഉണ്ട്. എറണാകുളത്ത് 43.5% പോളിംഗ് ഉണ്ട്. ഇതിലാണ് ജില്ലാ തിരിച്ചുള്ള കണക്കുകൾ. വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടിയൊക്കെ മാറുന്നു. ഏതായാലും 40 എന്നൊരു ആവറേജിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇത് ഒരു പക്ഷേ പറഞ്ഞ പോലെ എന്തായാലും 70-നോട് അടുത്തെങ്കിലും വരാൻ തന്നെയാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം ആളുകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാര്യമായ ക്രമസമാധാന പ്രശ്നമൊന്നും ഒരിടത്ത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ പൊതുവിൽ ഇല്ല. അതുകൊണ്ട് ആളുകൾ ബൂത്തുകളിലേക്ക് വരും. നല്ല വെയിലുണ്ട്. ഈ ഡിസംബർ മാസം ആണെങ്കിൽ പോലും കടുത്ത വെയിലാണ് പലയിടത്തും. അതുകൊണ്ടാകാം ഈ ഉച്ച സമയത്തൊക്കെ ആളുകൾ മാറി നിൽക്കുന്നത്. ഒരു മാസത്തോളം നീണ്ട പ്രചരണമായിരുന്നു. എല്ലാ ആളുകളെയും നേരിൽ കണ്ട് പരമാവധി സ്ഥലത്തുള്ള എല്ലാ ആളുകളെയും വോട്ട് ചെയ്യാൻ എത്തിക്കാനുള്ള വലിയൊരു ശ്രമം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ആ രീതി ഇടപെട്ടു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം തീരെ കുറയാൻ ഇടയില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗ് ശതമാനം കുറയാനിടയില്ല. ഇപ്പോൾ തന്നെ 45% കാര്യങ്ങൾ എത്തിയ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശ്വാസകരമാണ്. കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഈ ഘട്ടത്തിൽ. നേരത്തെ പറഞ്ഞതുപോലെ
കൂടുതൽ ആളുകൾ ഈ വീട്ടിലൊക്കെ മടിച്ചിരിക്കുന്ന ആളുകളിൽ പലരെയും വീട്ടിലെത്തിക്കാനുള്ള ബൂത്തുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടികൾ ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്നുകൂടി ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകണം. അവിടെ ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, കോട്ടയത്ത് രാവിലെയൊക്കെ അത്യാവശ്യം ബൂത്തുകളിലൊക്കെ വലിയ നീണ്ട നിരയൊക്കെ കണ്ടിരുന്നു. ഈ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കുറയും, പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ഒരു വ്യത്യാസം. കഴിഞ്ഞ തവണ ഒരു കോവിഡ് സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകൾ ബൂത്തുകളിലേക്ക് എത്താൻ കുറച്ചൊക്കെ മടിച്ചൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണ്, കാലാവസ്ഥ അനുകൂലമാണ്, മഴയുടെ പ്രശ്നമില്ല. കൂടുതലായി ആളുകൾ എത്തുന്നുണ്ടോ? ഇപ്പോഴും തിരക്കുണ്ടോ ബൂത്തുകളിൽ? രഞ്ജിത്ത്, ഇതുവരെ ഏതാണ്ട് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരമനുസരിച്ച് 43.1% വോട്ടുകളാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ, 7,05,826 വോട്ടുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 73% ജില്ലയിലെ പോളിംഗ്. കോവിഡ് സാഹചര്യം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിനു മുൻപ് ഏതാണ്ട് 78% വന്നിരുന്നതാണ്. രാവിലെ തുടക്ക സമയത്ത് കനത്ത പോളിംഗ് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഒരു പരിധിവരെ നമുക്ക് പലയിടത്തും കാണാൻ സാധിച്ചു. പക്ഷേ കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകത, പലരും വിദേശങ്ങളിലൊക്കെ കൂടുതലായി പഠിക്കാൻ പോവുകയും അല്ലെങ്കിൽ ജോലിക്ക് പോവുകയും കുടിയേറുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതെല്ലാം കൂടി പരിഗണിക്കുന്ന സമയത്ത് ഒരു 78 അല്ലെങ്കിൽ 80% ഒക്കെ പോളിംഗ് എത്തുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ബാക്കിയാണ്. രഞ്ജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച അനുകൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, കാലാവസ്ഥ ഉൾപ്പെടെയെല്ലാം അനുകൂലമാണ്. പക്ഷെ പോളിംഗ് അത്രത്തോളം എത്തുമോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരത്തിൽ തന്നെയാണ്, 21ാം വാർഡിലാണ് ഉള്ളത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പോളിംഗ് ബൂത്ത് ഏതാണ്ട് കാലിയാണ് എന്ന നിലയിൽ തന്നെ പറയേണ്ടി വരും. 1-2 പേരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ ഉള്ളത്. ഇത്രത്തോളം തിരക്കുകൾ മാത്രമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് മോഡൽ HSSലെ പോളിംഗ് ബൂത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സാധാരണ പലയിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഉച്ച സമയത്ത് ഈ ഒരു തിരക്ക് തന്നെയാണ് പലയിടത്തും അനുഭവപ്പെടാറുള്ളത്. എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു തിരക്കുണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇവിടെ കോടിമത നോർത്ത് 21ാം ബൂത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ ആരും വോട്ട് ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ വാശിയമേറിയ വലിയ പോര് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ എന്താകും ഇനിയുള്ള മണിക്കൂറുകളിലെ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ സാധാരണ പ്രവർത്തകർ സ്ഥാനാർത്ഥികളൊക്കെ ആകുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ എന്താകും എന്നുള്ളതാണ് ഇനി തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി തീർച്ചയായും ഏതാണ്ട് ഒരു 6 മണി വരെ എന്ന് പറയുമ്പോൾ പലരും ജോലി എന്നുള്ളത് ഇന്ന് പൊതു അവധി പോലെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകൾ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലെങ്കിലുമൊക്കെ ജോലിക്ക് പോയവരൊക്കെ എത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അത്യാവശ്യം ഭേദപ്പെട്ടൊരു പോളിംഗ് ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഇപ്പോൾ 1:15 അടുക്കുമ്പോഴും അതൊരു ഏതാണ്ട് 50% താഴെയാണ്. 43% മാത്രമാണ് 12 മണി വരെയുള്ള കണക്ക് ആണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷേ 50 കടക്കാനുള്ള സാധ്യത ആയിരിക്കാം ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ളത് എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. രഞ്ജിത്ത്, ശ്രീത്താണ് കോട്ടയത്തെ ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. VN വാസവൻ അടക്കമുള്ളവർ വോട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ് കോട്ടയം. ഒപ്പം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഇവിടെ തന്നെയാണ് വോട്ട് ഉള്ളത് എന്നുള്ളതും പ്രധാനമാണ്. നമുക്ക് ഡാനി പോളിലേക്ക് ഒന്ന് പോകണം. ഡാനി, കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളതാണ് 2 മുന്നണികൾക്കും നിർണായകം. കോർപ്പറേഷനിൽ വർദ്ധിപ്പിക്കുക സീറ്റെണ്ണം എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഈ വീറും വാശിയും ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണകാലം അതേ ആവേശം പോളിംഗ് ബൂത്തിൽ ഉണ്ടോ? പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണല്ലോ മുന്നണികൾ. അത് ഏതാണ്ട് വിജയിക്കുന്നുണ്ടോ? അവിടെയും മഴയൊക്കെ മാറി നിൽക്കുന്ന അനുകൂലമായ ഒരു അന്തരീക്ഷമാണല്ലോ എറണാകുളത്ത്.
വളരെ വാശിയേറിയ ഒരു പോര് നടക്കുന്ന ഒരിടം തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ. അതിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നടന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 43% കൊച്ചി എറണാകുളം ജില്ലയുടെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് 43% എത്തിയിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് കൊച്ചി കോർപ്പറേഷന്റെ ഒരു കണക്ക് പറയുമ്പോൾ അതൊരു 33% ഇപ്പോൾ ഉള്ളത്. തുടക്കത്തിൽ നഗര കേന്ദ്രീകൃതമായ പലയിടങ്ങളിലും തന്നെ ആദ്യഘട്ടത്തിൽ ഒരു തിരക്ക് അനുഭവപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഉച്ചയിലേക്ക് എത്തുമ്പോൾ വെയിൽ കുറച്ചുകൂടി ശക്തമാകുമ്പോൾ സ്വാഭാവികമായും പലപ്പോഴും ഉണ്ടാകുന്നത് പോലെ തിരക്ക് കുറയുന്നൊരവസ്ഥ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ചിലയിടങ്ങളിൽ തിരക്ക് കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരമധ്യത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ തിരക്ക് കുറയുന്നുണ്ട്. മറ്റിടങ്ങളിലെല്ലാം ഇതേപോലെ ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളിയിലാണ്, പോണക്കരയിലാണ്. ഇവിടെയുള്ള ഈ ഒരു ദൃശ്യങ്ങളിൽ ഒരു ആവറേജ് തിരക്ക് അത് സൂക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ വാശിയേറിയ ഒരു പോരാട്ടം എല്ലായിടങ്ങളിലും നടക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നഗരസഭകളിലേക്ക് വരുമ്പോൾ വിവിധ നഗരസഭകൾ ഏറ്റവും കൂടുതൽ കൂത്താട്ടുകുളത്ത് ഏതാണ്ട് 52%-ലധികത്തിലേക്ക് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അവിടെയാണ്. ഈ പോളിംഗ് പെർസെന്റേജ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ശരാശരി ഏതാണ്ട് 50%-ലേക്ക് പലയിടങ്ങളിലും തന്നെ പോളിംഗ് നിരക്ക് ഉയരുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അത് വെച്ച് നോക്കുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ നിരക്ക് ഒരു കുറവാണ്. കാരണം 32%-ലേക്ക് മാത്രമാണ് ഈ സമയത്തേക്ക് എത്തുന്നത്. മറ്റ് നഗരസഭകളിലേക്ക്, അതായത് നഗരത്തിന് പുറത്തുള്ള കൊച്ചിൻ കോർപ്പറേഷന് പുറത്തുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ ശരാശരി കൊച്ചിൻ കോർപ്പറേഷനിലെ പോളിംഗ് നിരക്ക് 33%-ലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്നത് തന്നെയാണ്. വലിയൊരു തിരക്ക് നഗര കേന്ദ്രീകൃതമായിട്ട് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടെ ഒരു ഉച്ച കഴിയുന്നതോടെ വെയിലൊന്ന് താഴുന്നതോടെ ഒരു തിരക്കിലേക്ക് പൊതുവിൽ ഇവിടെ എത്തിയേക്കാം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, നമ്മുടെ നഗരത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ കഴിയുമ്പോൾ ഉച്ച കഴിയുന്നതോട് കുറച്ചുകൂടി ശക്തമായ രീതിയിലേക്ക് പോളിംഗ് നിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഏതായാലും വലിയ വാശിയേറിയ മത്സരം നടക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഏറെ പ്രധാനമുള്ള ഒരു ഇടം കൂടിയാകുന്നു കൊച്ചിൻ കോർപ്പറേഷൻ എന്നത് സംബന്ധിച്ച്. കാരണം ഇതിൽ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി UDF വലിയ രീതിയിൽ തന്നെ, കോൺഗ്രസ് വലിയ രീതിയിൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 3 സീറ്റുകളുടെ ഒരു വ്യത്യാസം മാത്രത്തിലാണ് ഈ ഒരു ഫോട്ടോ ഫിനിഷിംഗ് എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയിരുന്നത്. ഇക്കുറി അതിന് മാറ്റം വരുത്തണമെന്ന രീതിയിൽ UDF നേരത്തെ തന്നെ ഒരുങ്ങിയെങ്കിലും പിന്നീട് കോൺഗ്രസിനകത്ത് ട്രിബലുകളുടെ വലിയ ശല്യം ഇതിലുണ്ടായിരുന്നു. എന്നാൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുമുന്നണി ഇതിൽ വോട്ട് ചോദിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ നിരത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാകും. ഇത്തവണ കൃത്യമായൊരു മെജോറിറ്റിയിൽ, കൃത്യമായൊരു മാർജിനിൽ, വിമതരുടെ സഹായമില്ലാതെ തന്നെ കൊച്ചിൻ കോർപ്പറേഷനിൽ തുടർ ഭരണം സാധ്യമാക്കുക, ഒരു തുടർച്ചയുണ്ടാകുമെന്നൊരു വിശ്വാസത്തിൽ ഇടതുമുന്നണി കണക്ക് കൂട്ടുമ്പോൾ NDA ആകട്ടെ 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതൊരു 15 സീറ്റിലേക്കെങ്കിലും മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അത് തങ്ങളാകും ആര് ഭരിക്കുക എന്നത്, നിയന്ത്രിക്കുക എന്നതെല്ലാം തന്നെയാണ് NDAയുടെ ഒരു അവകാശവാദം. 2020 മത്സരിക്കുന്നതും ഇവിടെ തന്നെയാണ്. 76ഓളം സീറ്റുകൾ ഉള്ളതിൽ ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളിലും 2020 സ്ഥാനാർത്ഥികളുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ ബിഫോർ കൊച്ചി എന്ന ഒരു കൂട്ടായ്മയുടെ മാത്രം പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. കാരണം ഏതാണ്ട് 20ഓളം ഇടങ്ങളിൽ അവർ രണ്ടാമത് വരുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ വന്നു. അപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയ ഒരു ഫോർമാറ്റാണ് 2020 എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ അനുരണനങ്ങൾ ഇതിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് പൊതുവെയുള്ളത്. അപ്പോൾ ആരുടെ വോട്ട് ചോർച്ചയാണ് ഉണ്ടാകുക എന്നത് കൗതുകപൂർവമായ ഒരു കണക്കുകൂട്ടലുകൾ തന്നെയായിരിക്കും. അതാണ് കൊച്ചിയിലെ സാഹചര്യം. കൊച്ചിയിലും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ജില്ലയാണ് എറണാകുളം. കൊച്ചി കോർപ്പറേഷനിലൊക്കെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFന് അഭിമാന നേട്ടമാണ്. മറുവശത്ത് LDFിലാകട്ടെ ഭരണം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. പത്തനംതിട്ടയിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയുടെ അടൂർ വെസ്റ്റ് പോളിംഗ് സ്റ്റേഷനിലാണ്. രാവിലെ വലിയ തിരക്ക് വോട്ടർമാരുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ദഗതിയിലാണ് വോട്ടിംഗ് നടക്കുന്നത്. ഏതായാലും പ്രായമായവരും സ്ത്രീകളും അടക്കമുള്ള ആളുകളൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനിയും ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി തിരക്ക് അല്പം കുറവുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം 40% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുക രാഷ്ട്രീയപരമായും ഒക്കെ വലിയ രീതിയിൽ വാശിയേറിയ ഒരു മത്സരം തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ
വോട്ടർമാരും മലയോര മേഖല അടക്കം രാവിലെയും വളരെ മികച്ച രീതിയിൽ പോളിംഗ് ശതമാനമാണ് പത്തനംതിട്ടയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമല വിഷയവും രാഹുലിൻ്റെ വിഷയമൊക്കെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇടത് വലത് മുന്നണികൾ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏകദേശം UDF വലിയ മുൻതൂക്കമുള്ള ഒരു ജില്ല എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിമറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ LDF വലിയ ഒരു മാറ്റമുണ്ടായി, മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നഗരസഭയും ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ UDF അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഓരോ ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലും രാവിലെ അത്തരത്തിൽ തിരക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെയാണ്. നമുക്കറിയാം വോട്ടർമാർ സാധാരണഗതിയിൽ എത്താൻ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ശബരിമല വിഷയവും ഒപ്പം ഈ രാഹുലിൻ്റെ വിഷയമാണ് ഇടത് വലത് മുന്നണികൾ ഉയർത്തിക്കാട്ടുന്നത്. BJPയും സമാനമായ രീതിയിൽ തന്നെ അത്തരത്തിൽ ഉയർത്തുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയപരമായുള്ള എല്ലാ പ്രചരണ രീതികളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ വോട്ടിങ്ങിലേക്ക് കടന്നിട്ടുള്ളത്. അത് വലിയ പ്രതീക്ഷ രണ്ട് മുന്നണികളും വെക്കുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. രാവിലെ ചില സാങ്കേതിക തകരാറുകൾ ചില ബൂത്തുകളിലൊക്കെ വോട്ടിംഗ് മെഷീനിൽ തകരാറുകൾ സംഭവിച്ചു. അവിടെ പിന്നീട് വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് പരിഹരിച്ച് വോട്ടിങ്ങിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നബാധിത ബൂത്തുകൾ 17 എണ്ണമാണ് ജില്ലയിലുള്ളത്. പക്ഷേ അവിടെ നിന്നും ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും തിരക്ക് പല ബൂത്തുകളിലും ഉച്ചയോടുകൂടി വെയിലാണ്, കാരണം നല്ല കാലാവസ്ഥയാണ്, ഉച്ച സമയമാണ്. അതുകൊണ്ട് തിരക്ക് പല സ്ഥലങ്ങളിലും കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വോട്ടർമാരുടെ ഒരു ഒഴുക്ക് പല പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഗരസഭയിലും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് തലത്തിലും ഒക്കെ വലിയ രീതിയിൽ വാശിയേറിയ തരത്തിലാണ് മത്സരം നടക്കുന്നത്. ഏതായാലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കവാടത്തിൽ പിങ്ക് ബലൂൺ, ബൂത്തിനുള്ളിൽ പിങ്ക് വസ്ത്രം ധരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ, ബൂത്തിലാകെ പിങ്ക് മയം. തലസ്ഥാനത്തെ പിങ്ക് പോളിംഗ് ബൂത്തിന്റെ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം നഗരസഭയിലെ ഓരോ പോളിംഗ് ബൂത്തിലും വലിയ തിരക്കാണ്. രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് തുടങ്ങിയ നിമിഷം മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. 7 മണിക്ക് തുടങ്ങിയ തിരക്ക് അതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിനൊരു പ്രത്യേകതയുണ്ട്. 50%-ലധികം വോട്ടർമാർ സ്ത്രീകളായതിനാൽ പിങ്ക് പോളിംഗ് ബൂത്ത് അത് ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ നടപ്പിലാക്കുന്നത്. പിങ്ക് പോളിംഗ് ബൂത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ബൂത്ത് നമ്പർ 5-ലാണ് അങ്ങനെ ഒരു ക്രമീകരണം. പ്രായമായവർ അടക്കം ഏതാണ്ട് 50%-ലധികം സ്ത്രീകളാണ് ഈ പിങ്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ക്രമീകരണം. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ പിങ്ക് കളറുള്ള വസ്ത്രം ധരിച്ച് എത്തിയാണ് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാകുന്നത്. അതായത് വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ജനകീയമായ തരത്തിൽ എങ്ങനെ ഈ പ്രക്രിയ പൂർത്തിയാക്കാം എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിങ്ക് കളറിൽ അലങ്കരിച്ച് പിങ്ക് ബലൂൺ കൊണ്ട് കെട്ടി ഇങ്ങനെയൊരു പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ബൂത്ത് നമ്പർ 5-ലാണ് ഇങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പിങ്ക് പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇതുപോലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി ആളുകളാണ് 7 മണി മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി ഈ പിങ്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രത്യേക അലങ്കരിച്ചാണ്, അതായത് അതിനകത്ത് അടക്കം പിങ്ക് കളറുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിറച്ചാണ് ഈ പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു പകുതിയോളം ആളുകൾ, വോട്ടർമാരിൽ പകുതിയോളം ഇവിടെ ഏറെക്കുറെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർക്കത്തിൽ നിന്ന്. കൃത്യമായ കണക്കുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്ന അനുഭവം വോട്ടർമാർക്കും ഉണ്ടാകുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഈ പിങ്ക് ബൂത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ആദ്യമായിട്ടാ? എങ്ങനെയുണ്ട്? അപ്പം വലിയ സന്തോഷത്തിലാണ് വോട്ടർമാരും പിങ്ക് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതലൊരു ജനകീയമാക്കുക അല്ലെങ്കിൽ ഒരു ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി സമാനമായി സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ പിങ്ക് പോളിംഗ് ബൂത്തുകൾ കൂടുതലായി ഒരുപക്ഷെ വീണ്ടും വന്നേക്കാം. അതിന്റെയൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഇപ്പോഴത്തെ ഈ പോളിംഗ് ബൂത്തിനെ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോക്കിക്കാണുന്നത്. എന്തായാലും വലിയ നിരയുണ്ട്, വോട്ടർമാരുടെ വലിയ നീണ്ട നിര. അതിനിടയിലാണ് ഇവിടേക്ക് ഈ പിങ്ക് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി ആളുകൾ ഏറെ നേരമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നതും. ചേട്ടാ, ഈ ഇങ്ങനെ ഒരു ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാണ് പിങ്ക് ബൂത്തിൽ. എങ്ങനെയുണ്ട്? നല്ല അലങ്കാരം.
അപ്പോൾ അത്തരത്തിലാണ് വോട്ടർമാരും അത് സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് ഏതു വിധേനയും ആകർഷിക്കുക, അവരെ കൊണ്ട് പരമാവധി വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ പിങ്ക് ബൂത്ത് എന്ന ഒരു നൂതനമായ ആശയം തിരുവനന്തപുരത്ത് അടക്കം നടപ്പിലാക്കിയിരിക്കുന്നു. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. നമുക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിലെ പൂങ്കുമൂട് എന്ന സ്ഥലത്തേക്കൊന്ന് പോകണം. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മർദ്ദിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഷർട്ട് വലിച്ചു കീറി നെടുമങ്ങാട് നഗരസഭ ടവർ വാർഡ് സ്ഥാനാർത്ഥി പൂങ്കുമൂട് അജിക്കാണ് മർദ്ദനമേറ്റത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. തെരഞ്ഞെടുപ്പ് ദിവസമാണ്, ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് മർദ്ദനത്തിന് പ്രകോപനമായത്? രഞ്ജിത്ത്, നെടുമങ്ങാട് നഗരസഭയിലെ ടവർ വാർഡിൽ BJP പ്രവർത്തകർ, BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൂങ്കുമൂട് അജിയെ മർദ്ദിച്ച പരാതി ഉള്ളത്. അദ്ദേഹത്തിന്റെ ഷർട്ടൊക്കെ വലിച്ചു കീറിയ ഷർട്ടുമായൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഷർട്ടൊക്കെ വലിച്ചു കീറി കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. കുറച്ചുപേരുടെ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇവിടെ വന്ന ബാക്കി പ്രവർത്തകരെയൊക്കെ പല ഭാഗത്തേക്ക് മാറ്റി വിടുകയാണ്. എന്താണ് ഇപ്പോൾ നമ്മുടെ UDF സ്ഥാനാർത്ഥി തന്നെ നമുക്കൊപ്പം ചെയ്യുന്നത്? എന്തായാലും സംഭവം ഇവിടെ രാവിലെ മുതൽ തന്നെ ഇവർ ഔട്ട്സൈഡ്സുമാർ ബൂത്തിനകത്ത് കയ്യേറ്റമുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ നമ്മളത് തടഞ്ഞു പോവുകയായിരുന്നു. പിന്നെ സ്വാഭാവികം ഇപ്പോൾ വൈകി ഒരു വോട്ടറെ കൊണ്ടുവരികയും ആ വോട്ടർ അവരെ സ്വതന്ത്രമായി വോട്ട് സമ്മതിക്കാതെ സുഖമില്ലാത്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് അകത്ത് പോകേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് പകരം ഒരു 4-5 BJP പ്രവർത്തകർ അവർക്കൊപ്പം അകത്ത് പോകുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് BJP സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ മൂത്ത മകനും പിന്നെ ഒരു രണ്ടാമത്തെ മകൻ ജിതേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് ബൂത്തിനകത്ത് പോളിംഗ് സ്റ്റേഷൻ അകത്തിട്ടാണ് മർദ്ദിച്ചത്. പിന്നെ അവിടുന്ന് വന്ന ഓടിക്കൂടിയ പ്രവർത്തകരാണ് അവരിൽ നിന്ന് മുക്തമാക്കിയത്. ഷർട്ടൊക്കെ വലിച്ചു കീറുകയും എന്റെ കഴുത്തിന് വൃത്തിപ്പെടി ശ്വാസം മുട്ടിച്ച് അതൊക്കെയും ചെയ്യായിരുന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്തത്. ഇത് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ വാർഡാണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്. അതാണ് ഇവിടെ നടന്നത്. അങ്ങനെ ക്രൂരമായ മർദ്ദനമാണ് ഇവർ നടത്തിയാക്കിയത്. BJP പോലീസില്ലായിരുന്നു ആ സമയത്ത്? പോലീസില്ലായിരുന്നു. ഇവിടെ എങ്ങനെ നേരത്തെ സംഘർഷമുള്ള പ്രദേശമാണല്ലോ ഇന്ന് പെട്ടെന്നുണ്ടായ സംഘർഷം? ഇവർ മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കിയതാണ്. സമാധാനപരമായി നടന്നതിന് മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കിയതാണ്. ഒരു സംഘർഷവും ഇല്ലാതെയാണ് രാവിലെ പോളിംഗ് നടന്നുകൊണ്ടിരുന്നത്. രാവിലെ മുതലേ അവർ വയലന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് BJPയുടെ പ്രതിനിധികളുമുണ്ട് ഇവിടെ? എന്താണ് ഈ സംഭവിച്ചത്? എന്താണ് പരാജയ ഭീതി വീണ്ടും കോൺഗ്രസുകാരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഷർട്ടൊക്കെ കയറി, സ്ഥാനാർത്ഥി ഷർട്ട് സ്വന്തമായിട്ട് വലിച്ചു കയറിയതാണ്. കയറിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. സ്ഥാനാർത്ഥി അക്രമത്തിന് ഒരാഴ്ച കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയും അവരുടെ മക്കളും ഒക്കെ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. മക്കളൊന്നും ഇല്ലായിരുന്നു. മക്കളൊന്നും ഇല്ലായിരുന്നു. പ്രവർത്തകർ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ വന്നിട്ട് പറയണ പോടാൻ എൻ്റെ വലിയ വെക്കുന്നുണ്ട്. ഞങ്ങളെ വാർഡിൽ ഞങ്ങളെ സിറ്റിംഗ് വാർഡാണ് ഇവിടെ. ഈ വാർഡിൽ വന്നിട്ട് പറയണ നീ എൻ്റെ വലിയ പോടാന്ന്. നിന്നെ കാണിച്ചു തരാം. നമ്മൾ കാണിക്കട്ടെ. ഇവനെക്കാട്ടി വലിയ നേതാവാണ് ഞങ്ങൾ അക്രമത്തിന് വന്നതല്ല. ഞങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ചെയ്താണ്. പരാജയ ഭീതി കൊണ്ട കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുകയാണ് ഇവിടെ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് BJPയുടെ നിലപാട്. കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വയം ഷർട്ട് വലിച്ചു കീറിയെന്ന ആരോപണമൊക്കെയാണ് BJP ഉന്നയിക്കുന്നത്. ഇപ്പോൾ BJP പ്രവർത്തകർ ഇപ്പോൾ സംഘടിച്ച് നിൽപ്പുണ്ട്. പോലീസ് അവരെ ഇവിടെ നിന്ന് ബൂത്തിന്റെ പരിസരത്ത് മാറ്റി അയക്കാനുള്ള വടക്കേ അയക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും പൊതുവിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. പക്ഷേ ഇവിടെ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സാഹചര്യം കാണാനായത്. പൂങ്കുമൂട് എന്ന വാർഡിൽ നെടുമങ്ങാട് നഗരസഭയിലെ ടവർ വാർഡ് സ്ഥാനാർത്ഥിക്കാണ് മർദ്ദനമേറ്റു എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. BJP പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. പക്ഷേ ഇത് സ്വയം സൃഷ്ടിച്ച ഒരു പ്രശ്നമാണ് എന്നാണ് BJPയുടെ ആരോപണം. എന്തായാലും ഇപ്പോൾ ആ വിഷയം അവിടെ ആ വാർഡിലെ വോട്ടർമാർക്കിടയിൽ സജീവമായിട്ടുണ്ട്. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലെ 10-11 ബൂത്തുകൾ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഹരിത ബൂത്താണ്. പനയോലയും തെങ്ങോലയും കൊണ്ടുള്ള വിശ്രമമുറിയും മൺകൂജകളും മൺഗ്ലാസുമൊക്കെ ഇവിടെ വോട്ടർമാർക്കായി നഗരസഭ സജ്ജീകരിച്ചിട്ടുണ്ട്. അഭിലാഷ് എസിന്റെ റിപ്പോർട്ട് കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ പട്ടണത്തിൻ്റെ പ്രധാന പോളിംഗ് സ്റ്റേഷനായ ആറ്റിങ്ങൽ ബോയ്സ് ഹൈ സ്കൂളിലാണ്. 10-11 ബൂത്തുകളുടെ നഗരസഭയിലേക്കുള്ള 10-11 ബൂത്തുകളുടെ പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്.
രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായി നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ് ഈ ഹരിത ചട്ടം പാലിച്ചുകൊണ്ടുള്ള ഈ നിർമ്മിതികൾ. ഇതിൽ നമുക്ക് പറയുമ്പോൾ ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ, വെയിറ്റിംഗ് റൂം പോലെ ഈ ഓല കൊണ്ടും പനയോല കൊണ്ടും തെങ്ങോല കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായൊരു ഇത് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് കുടിവെള്ളത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത് മൺകൂജകളും മൺ ഗ്ലാസുകളുമൊക്കെയാണ്. ഒപ്പം തന്നെ നമുക്ക് ഏറെ ശ്രദ്ധേയമായൊരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഓല കൊണ്ടുള്ള കുട്ടകൾ പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൂർണ്ണമായും ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് അത് വളരെ മനോഹരമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ 10, 11 ഈ 2 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. സംഘടന അതിജീവിതയോട് സംസാരിച്ചില്ല, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയില്ല. ദിലീപിനെ നിരപരാധിയാക്കാനാണ് ശ്രമം. ദിലീപിനൊപ്പം സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ്. ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. അടൂർ പ്രകാശിനെയും രൂക്ഷമായാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചത്. ഭാഗ്യലക്ഷ്മി തത്സമയം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നലെ ഈ തീരുമാനം വന്ന ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാൻ ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കോടതിയിൽ തീരുമാനങ്ങൾ അന്തിമമായിട്ടില്ല. അപ്പീലിനൊക്കെയുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ. ഇതിനിടയിൽ തന്നെ വെള്ളപൂശാനുള്ള ശ്രമം സംഘടനയുടെ ഭാഗത്ത് വളരെ പെട്ടെന്നുണ്ടാകുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീമതി ഭാഗ്യലക്ഷ്മി, കേൾക്കാമോ? ഫെഫ്കയിൽ നിന്ന് ശ്രീമതി ഭാഗ്യലക്ഷ്മി രാജിവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദിലീപിനെ വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന സൂചനയെ തുടർന്നാണ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചത്. ദിലീപിനെ നിരപരാധിയാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ദിലീപിനൊപ്പം സംഘടനയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല, ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ശ്രീമതി ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട്. അതിജീവിതയോട് സംസാരിക്കാൻ ഇതുവരെ സംഘടന തയ്യാറായിട്ടില്ല എന്ന ആരോപണം കൂടി ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോണിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നലെ ഈ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഉടൻ ഫെഫ്കയുടെ ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. കാരണം സർക്കാരൊക്കെ അപ്പീലിന് പോകുന്നുണ്ട്, നിയമവഴികൾ ഇനിയും ബാക്കിയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് താങ്കൾ കരുതുന്നത്? അദ്ദേഹത്തെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാൻ ഈ 8 വർഷം കൊണ്ട് അവർ ആവേശം കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും പല സ്റ്റുഡിയോയിലും മറ്റ് പല പൊതുയിടങ്ങളിലും ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പുല്ല് പോലെ ഊരിക്കൊണ്ടുപോരും, അവൻ ആരാ പുള്ളി, ഇതൊക്കെ പറയുന്നത് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ പരസ്യമായിട്ട് ഒരു പ്രതികരണം വന്നിട്ട് വേണം അതിനെതിരെ പ്രതികരിക്കാനും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു കീഴ്ക്കോടതിയുടെ വിധിയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് പരമോന്നത വിധി, അത് ഇന്ത്യയിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയല്ല. ഇനിയുമുണ്ട് ഇന്ത്യയിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ അയാൾ നിരപരാധിയാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന് മുൻപ് ചാടിക്കേറി അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കും എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ അഭിപ്രായമാണ്. കാരണം സംഘടനയിൽ ഒരു ജനറൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ജനറൽ കൗൺസിലിനോട് ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ പ്രതിഷേധമാണ് ഞാൻ ഈ പറയുന്നത്. നോക്കൂ, ഇവർ ആരും തന്നെ ഇപ്പൊ പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയോ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഇവരാരും അവളെ ഒന്ന് പോയി കാണാനോ അവളെ ആശ്വസിപ്പിക്കാനോ ഇതുവരെ 8 വർഷമായിട്ട് ഇവർക്കാർക്ക് സമയം കിട്ടിയിട്ടില്ല. അതിനുള്ള മനസ്സ് ഇവർക്കുണ്ടായി. അതിന്റെ പ്രതിഷേധമാണ് ഞാൻ ഈ കാണിക്കുന്നത്. എനിക്കെങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ കുറ്റാരോപിതനായിരിക്കുന്ന അംഗമായ സംഘടനയിൽ എനിക്കും അംഗമായി തുടരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ അമ്മയിൽ അംഗമായിരുന്നെങ്കിൽ അവിടെ നിന്നും ഞാൻ രാജിവെക്കുമായിരുന്നു. ഈ ഭാഗ്യലക്ഷ്മിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്നും കരുതുന്നുണ്ടോ? അവരൊക്കെ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണല്ലോ. എനിക്കറിയില്ല, ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല. എന്റെ ആരും ഇത്രയും മാത്രം എന്താ പറയാനുള്ള ധൈര്യം പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അതിജീവിതയുടെ വിഷയത്തിൽ പോലും സ്വകാര്യമായി നമ്മളോട് അഭിപ്രായം പറയുകയും ഓപ്പൺ ആയിട്ട് അഭിപ്രായം പറയാനും മടിക്കുന്നത്. അവരുടെയൊക്കെ ഈ പറയുന്ന അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും,
അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന ഭയം കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. പക്ഷെ എനിക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തു. ഇനിയിപ്പോ സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷയമല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ 2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് സിനിമകൾ എന്നോട് സംസാരിച്ചിട്ട് പിന്നെ പല ഇടപെടലുകളും ദിലീപ് വിഷയത്തിൽ ദിലീപിനെതിരെ പ്രതികരിച്ചതിന്റെ ഫലമായാണോ ഈ അവസര നഷ്ടം? പലപ്പോഴും അങ്ങനെ ആയിരിക്കാം. കാരണം ആദ്യം എന്നോട് പറയും ഓക്കെ എല്ലാം പറഞ്ഞ് ഡേറ്റും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറയും ചേച്ചി അത് ബുദ്ധിമുട്ടാണ്, ചേച്ചിയെ മാറ്റണം എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. എനിക്കതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അത് അവരുടെ പ്രശ്നമാണ്. അവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. എനിക്കതൊന്നും ഒരു വിഷയമല്ല. അല്ല, വ്യക്തിപരമായി താങ്കളുടെ പ്രൊഫഷനാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് വ്യക്തിപരമായി താങ്കൾക്ക് സാമ്പത്തികമായും ജീവിതത്തിലെ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടം കൂടെ വരുത്തിയിട്ടുണ്ടല്ലോ. എനിക്ക് സാമ്പത്തികമായി ജീവിക്കണമെങ്കിൽ ഞാൻ വേറെ വല്ല ജോലി എടുക്കും. ഇപ്പൊ എല്ലാ ജീവിതകാലം മുഴുവൻ ഈ സിനിമയും നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റൂലല്ലോ. സിനിമ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? വേറെ എന്തെല്ലാം ജോലിയുണ്ട് ഈ രാജ്യത്ത്. എനിക്ക് നല്ല മനസ്സിന് നല്ല കരുത്തുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അന്തസ്സായിട്ട് വേറെ പല ജോലിയും ചെയ്ത് ഞാൻ ജീവിക്കും. ഈ അതിജീവിതയുമായി ജോലി ചെയ്ത് ഈ അതിജീവിതയുമായി താങ്കൾ സംസാരിച്ചുവെന്നും നേരിട്ട് കണ്ടുവെന്നും ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ദിലീപിന്റെ വിഷയം വന്നതിന് ശേഷം സിനിമാ സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു പിന്തുണയുണ്ടല്ലോ, അത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്നലെ മുഴുവനും ഞാൻ അതിജീവിതയോടൊപ്പം തന്നെ ആയിരുന്നു. പിന്നെ ഇന്നിപ്പോ കുറച്ചു മുമ്പേയും വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവളെപ്പോഴും നോർമലായിട്ടില്ല. അവൾ മാനസികമായി പക്ഷെ അവൾ തയ്യാറെടുക്കുക തന്നെയാണ് ഇനിയും എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന്. അവൾക്ക് നന്നായിട്ട് അറിയാം. സിനിമയിൽ നിന്ന് ഈ നമുക്ക് 10 വിരലുകൾ ഉണ്ടെങ്കിൽ ഈ 10 വിരലിൽ ഉൾപ്പെടുന്ന ആളുകൾ മാത്രമേ അവളോടൊപ്പം ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും അവളോടൊപ്പം ഇല്ല. ഈ പറയുന്ന തീർച്ചയായിട്ടും WCC അവളോടൊപ്പമുണ്ട്. ഇന്നത്തെ ന്യൂ ജനറേഷനിൽപ്പെട്ട കുറച്ച് 4-5 ചെറുപ്പക്കാർ അവളോടൊപ്പമുണ്ട്. പക്ഷേ അപ്പോൾ പോലും അവരും പല കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ആ സ്ത്രീകൾ വളരെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ ഇന്നലെയും ഫോണിൽ കൂടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അവളോടൊപ്പം ആ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തത്. ഇനി ഏതൊക്കെ കോടതിയിൽ പോയി എന്തെല്ലാം രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടാലും ഞാൻ അവളോടൊപ്പം തന്നെയാണ്. ഞാൻ ഒരിക്കലും അവനോടൊപ്പം എനിക്ക് ഒരു സംഘടനയിലോ ഒരു മുഖത്ത് നോക്കി സംസാരിക്കാനോ പോലും എനിക്ക് സാധിക്കില്ല. ഈ അതിജീവിത പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമെന്ന്? കാരണം എല്ലാ തെളിവുകളും കൃത്യമായിട്ടും ദിലീപിനെ കോടതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ, അത് ഒരുപക്ഷെ അത് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ഷോക്കൊക്കെ ആയി കാണും അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു. കാരണം കോടതിക്കുള്ളിൽ അവൾക്കുണ്ടായ വളരെ മോശമായ അനുഭവം വെച്ചുകൊണ്ട് മറിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോഴും നമ്മൾ 1% നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അതുണ്ടായിരുന്നു. ആ 1% പോലും നിന്നോടൊപ്പം അല്ല എന്നുള്ളത് ഇന്നലെ വളരെ വ്യക്തമായി. അതിന്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. നമ്മൾ നേരത്തെ അവളെ ഈ ഷോക്കൊന്നും ആവരുത്, നീ എന്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം, നേരത്തെ അവളെ പറഞ്ഞ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ അവളിപ്പോഴും വളരെ വിഷമത്തിൽ തന്നെയാണ്. ഇനി ഒരു സംഘടനയുമായും സിനിമാ സംഘടനകളുമായി ഒന്നും സഹകരിക്കേണ്ടതെന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം. അതെ. കാരണം ഇവിടെ എല്ലാ സംഘടനകളും പുരുഷാധിപത്യ സംഘടനകളാണ്. അവിടെ സ്ത്രീകൾക്കൊന്നും അത്ര വലിയ സ്പേസ് ഒന്നുമില്ല. സ്ത്രീകൾക്ക് അഭിപ്രായം പറയാനോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തീർക്കാനോ ഒന്നും. കാരണം സ്ത്രീകളാരും സ്വാധീനമുള്ളവരല്ല, സാമ്പത്തികമുള്ളവരല്ല. സാമ്പത്തികവും സ്വാധീനവും ഉള്ളവർക്ക് മാത്രമേ സംഘടനകൾ ഉള്ളൂ എന്ന് എനിക്ക് എന്റെ ഇത്രയും വർഷക്കാലം കൊണ്ട് എനിക്ക് ബോധ്യമായി. സംവിധായകൻ ശ്രീ ജോസ് തോമസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസ് തോമസ്, ഫെഫ്കയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ആലോചനകൾ ഗൗരവമായി നടക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ ഫെഫ്കയുടെ ഒരു അംഗം മാത്രമാണ്. ഞാനതിന്റെ അധികാര സ്ഥാനങ്ങളിലൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ തിരിച്ചെടുക്കണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള ആൾ കൂടിയാണല്ലോ താങ്കൾ, അല്ലേ? അല്ല, അയാൾ കുറ്റവാളിയല്ല എന്നറിഞ്ഞപ്പോൾ കുറ്റവാളിയാണ് അല്ലെങ്കിൽ സംശയത്തിന് നിഴലിൽ നിന്നപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി. കുറ്റവാളിയല്ല എന്നറിയുമ്പോൾ തിരിച്ചെടുക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഈ മേൽക്കോടതികളിൽ നടപടികൾ ബാക്കിയുണ്ട്, അത് കൂടി പൂർത്തിയാകാനുള്ള ഒരു ക്ഷമ ഫെഫ്കയ്ക്കില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ആരോപിക്കുന്നത്. അല്ല, മേൽക്കോടതികൾ നടപടി എത്ര കാലം നീണ്ടുപോകും? അത് ജീവിതാവസാനം വരെ നീണ്ടുപോകും. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ 8 വർഷമായി ഒരു കോടതിയിൽ
അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരുന്നു. അവസാനം ആ കോടതിയിൽ അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം അതിൽ കുറ്റവാളിയല്ല എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ലേ കരുതാൻ പറ്റൂ. അയാൾ കുറ്റവാളിയല്ല എന്നല്ലേ കരുതാൻ പറ്റൂ. ഇനിയും മേൽക്കോടതി കുറ്റവാളിയായിട്ട് വിധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാവി കാലത്തേക്ക് നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഈ 8 വർഷമായി ഇങ്ങനെ ഒരു കാര്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു സംഘടനകൾ എന്നൊക്കെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അവരിനി ഒരു സംഘടനയിലും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഫെഫ്കയിലടക്കം രാജിവെക്കുകയാണ്. അത് അവരുടെ ദേശമാണ്. അവർക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടല്ലോ. അവര് ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടന അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രാജിവെക്കാം. സ്വാഭാവികം, അത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനോട് ചേർന്ന് നിൽക്കുന്നവർ ചേർന്ന് നിൽക്കട്ടെ, അവർക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ രാജിവെക്കട്ടെ. അതിനിപ്പം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ലല്ലോ. ശരി ശരി ശ്രീ ജോസ് തോമസ്, അതായത് ദിലീപിനെ നിരപരാധിയാക്കാനുള്ള ശ്രമം അത് ഫെഫ്ക പോലുള്ള സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനാൽ ദിലീപിനൊപ്പം ആ സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ഫെഫ്കയിൽ ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രാജിവെച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 8 വർഷമായി 2 സിനിമകൾ മാത്രമാണ് തനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. പലപ്പോഴും ആദ്യമൊക്കെ ആളുകൾ വിളിക്കും, പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. ഇപ്പോൾ ഇന്നലെ മുഴുവൻ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വലിയ ഷോക്കിലാണ് അവർ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു വിധി അവർ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പിന്തുണയില്ലായ്മ, അല്ലെങ്കിൽ ഒരു 10% ആളുകൾ പോലും തന്നെ പിന്തുണയ്ക്കാനില്ല എന്നുള്ള ഒരു ബോധ്യം അത് അവരെ വല്ലാതെ അവരുടെ ആത്മധൈര്യം കെടുത്തി എന്ന് ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുന്നു. ഭാഗ്യലക്ഷ്മിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനം UDF-നെ വെട്ടിലാക്കിയ അടൂർ പ്രകാശ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി ലഭ്യമായെന്ന് ആദ്യം പറഞ്ഞ അടൂർ പ്രകാശ് സർക്കാർ അപ്പീലിന് പോകുന്നതിനെ പരിഹസിച്ചത് വിവാദമായി. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ വേട്ടയാടിയെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെ ദിലീപ് തന്നെ ആരോപണം. ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കുറെ പോലീസുകാരുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതിപ്പോ ഞാൻ അല്ല അതിന്. പക്ഷെ ആ അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അത് ഇപ്പോ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ അതിന്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. സർക്കാർ അപ്പീലിന് പോകുന്ന, സർക്കാർ അല്ലെങ്കിലും അപ്പീലിന് പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. വിഷയം LDF ആയുധമാക്കി അപ്പീൽ നൽകുന്നതിനെതിരായ UDF കൺവീനറുടെ നിലപാട് വിചിത്രവാദഗതിയെന്നും നാടിന്റെ വികാരത്തിനെതിരായ പറച്ചിലാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇവിടെ അത് UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണ്. നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലത്തിലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. ഇതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത്? അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. ആ പരിശോധന നടക്കാതിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ്, വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നതിനെ ചോദിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാറുള്ളത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സർക്കാർ എന്തായാലും പോവുമല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവർ പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഈ പ്രതികരണം ഞാൻ കേട്ടില്ല. അതിപ്പോ ഏത് കേസിലപ്പോ അവരുടെ പക്ഷം വ്യക്തമായി, അവർ അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് അവരുടെ പക്ഷം വ്യക്തമായി. ഞങ്ങൾ പറയുന്നത് ഇന്ന ആൾ കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നൊന്നും സർക്കാർ പറയുന്നില്ല. കാരണം സർക്കാർ
പ്രതികരണം തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം അടൂർ പ്രകാശിനെ തള്ളി. അതിജീവിതയ്ക്ക് ഒപ്പമെന്നും സർക്കാർ അപ്പീൽ പോകണമെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവും ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്. അതിൽ സർക്കാർ പ്രോസിക്യൂഷൻ കൊടുത്ത ചാർജ് ഷീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സർക്കാർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കൃത്യമായ തെളിവ് സഹിതം അന്വേഷണ ഏജൻസി കേസ് കോടതിയിൽ സമർത്ഥിക്കാൻ പരാജയപ്പെട്ടു. ഗവൺമെന്റ് പ്രോസിക്യൂഷൻ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക, ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക. ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. ഇത് അവസാന വിധിയല്ലല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ. ഞാൻ കോടതി വിധി വരാത്തതുകൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത്. കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും. ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല. KPC തിരുത്തതിന് പിന്നാലെ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങി അടൂർ പ്രകാശ് രംഗത്ത് വന്നു. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമെന്നും അപ്പീൽ പോകുന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാമെന്നുമാണ് പുതിയ നിലപാട്. അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് UDF-ഉം എന്ന് തന്നെ അത് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ച അവസരത്തിലും ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഇപ്പോൾ അപ്പീല് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കണം. അപ്പീല് പോകുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കളി നടക്കുകയാണ്. അപ്പീല് പോയി ആ അപ്പീലിനകത്ത് നീതി കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ പറയുന്ന നമ്മുടെ അതിജീവിതകൾക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അവർക്ക് കുറേ ആളുകളെ അവർ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ദിലീപിനെ ഒഴിവാക്കി. അതേക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പീൽ പോയിട്ട് എന്താണെന്നുള്ള ആ തീരുമാനം അപ്പോൾ വരട്ടെ, അന്നേരം മറുപടി പറയാം. ഇങ്ങനെയായിരുന്നു മലക്കമറച്ചിൽ. CPM വലിയ വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം അടൂർ പ്രകാശിനെതിരെ, കോൺഗ്രസിനെതിരെ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട ദിലീപ് നിയമ നടപടി ആലോചിക്കുന്നു. കള്ളക്കേസിൽ ഇതിന്റെ TG സയ്യിദ് വിവരങ്ങളുമായി ചേരുകയാണ്. ആ വാർത്തയിലേക്ക് വരാം. സയ്യിദ്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അതിജീവിതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദിലീപിന്റെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. സിനിമാ രംഗം ഈ വിഷയത്തിൽ രണ്ടായിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഏക അഭിപ്രായമുള്ള ഒരു സ്ഥലത്താണ് ഇതാ ഇപ്പോൾ അടൂർ പ്രകാശ് കോൺഗ്രസിനെ കൊണ്ട് വെട്ടിലാക്കിയിരിക്കുന്നത്. അത് പറഞ്ഞ് സമർത്ഥിക്കാൻ പാടുപെടുന്നുണ്ട് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് വെട്ടിലാണ് രഞ്ജിത്ത് ഇക്കാര്യത്തിൽ. കാരണം ഈ വിഷയത്തിൽ അവസാനം നിലപാട് തിരുത്തി മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാവിലെ അടൂർ പ്രകാശ് ദിലീപിനെ ന്യായീകരിക്കുന്ന, അതിജീവിതയെ തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ബൈറ്റും അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് KPC തന്നെ ഇതിൻ്റെ അപകടം മണത്താണ് പെട്ടെന്ന് ആ നിലപാട് തള്ളിയത്. തുടർന്ന് അടൂർ പ്രകാശിന് തന്നെ നിലപാട് തിരുത്തേണ്ടി വന്നു എന്നതാണ് നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു വിവാദം ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ഒരുപക്ഷേ പ്രോസിക്യൂഷൻ്റെ പിഴവ് ചൂണ്ടിപ്പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കത്തിന് സാധ്യതയുണ്ടായിരുന്നു കോൺഗ്രസിന്. പക്ഷേ ആ നീക്കത്തിലേക്ക് പോയില്ല. മറിച്ച് ഇത്തരം നിലപാടെടുക്കുന്നത് അത് ആശയക്കുഴപ്പത്തിൽ ഇടവെച്ചു. പൊതുവിൽ ഈ ദിവസത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസിൻ്റെ പെട്ടെന്നുള്ള ഇടപെടലും ഒടുവിൽ അടൂർ പ്രകാശിൻ്റെ തിരുത്തും. ഒപ്പം തന്നെ CPM-ഉം ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ എതിരെ വിമർശനം കൂടി ഉന്നയിച്ചതോടുകൂടി വേഗത്തിൽ തന്നെ നിലപാട് തിരുത്താൻ അടൂർ പ്രകാശിന് മേൽ സമ്മർദ്ദമുണ്ടാവുകയും ഒടുവിൽ നിലപാട് തിരുത്തുകയുമായിരുന്നു അടൂർ പ്രകാശിൽ നിന്നും ഉണ്ടായത്. വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് നിയമ നടപടി ആലോചിക്കുന്നു. കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘമെന്നും ഇക്കാര്യം സർക്കാർ അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിന്റെ പ്രതികരണം. എന്നാൽ ദിലീപിന്റെ വിമർശനം മുഖ്യമന്ത്രി തള്ളി. പോലീസ് ഗൂഢാലോചന നടത്തിയെന്നത് ദിലീപിന്റെ തോന്നലാണെന്നും മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വരാനിരിക്കുന്നില്ലേ? ഇപ്പോൾ ഒരു നിലപാട് വന്നു, ബാക്കി കാര്യങ്ങൾ കൂടി വരുമ്പോഴാണല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ദിലീപിന്റെ പുതിയ നീക്കം അത് ശ്രദ്ധേയമാണ്. ഇന്നലെ ഗൂഢാലോചന
തനിക്കെതിരെയാണ് എന്ന വാദം ദിലീപ് ഉയർത്തിയിരുന്നു. കൃത്യമായും മുൻ ഭാര്യ മഞ്ജു വാര്യരെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുടങ്ങിവെച്ചത്. ഇപ്പോൾ അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിയമ വഴിയിലേക്ക് ദിലീപ് ഡിഫൻസിലൂടെ പോകുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, ദിലീപ് ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ് അതിൽ ദിലീപ് പറയുന്നത് SIT സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് താൻ. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ദിലീപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണം തന്നെ വന്നത് ഈ മഞ്ജു പറഞ്ഞു വെച്ച ഒരു കാര്യം, അതായത് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്ന് ദർബാർ ഗ്രൗണ്ടിൽ നടത്തിയ അമ്മയുടെ ഈ പ്രതിഷേധ യോഗവും നടിക്ക് ഐകദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ യോഗത്തിലാണ് മഞ്ജു വാര്യർ ആദ്യമായത് അങ്ങനെ പറയുന്നത് തന്നെ എങ്ങനെയാണ് ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് കണ്ടെത്താനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകണം, സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജു ആ പ്രസംഗം അവസാനിക്കുന്നത്. അങ്ങനെയാണ് അതേ തുടർന്നാണ് ഈ ഗൂഢാലോചന എന്നുള്ള ഒരു കാര്യം ആരോപിക്കുന്നതും അത് തന്റെ തലയിലേക്ക് വെച്ച് കെട്ടിവെക്കുന്നതും. അങ്ങനെയാണ് മഞ്ജു പറഞ്ഞതിനെ തുടർന്നുണ്ടായിട്ടാണ് SIT അന്വേഷണ ഉദ്യോഗസ്ഥരും, അതായത് പ്രത്യേകിച്ചും ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥയായ സന്ധ്യ IPSനെതിരെ സന്ധ്യ IPSനെതിരെയാണ് ഈ പ്രധാനമായിട്ടും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥയും അവരുടെ കൂടെയുള്ള ചില പോലീസുകാരും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം തന്റെ നേരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ദിലീപിന്റെ പ്രധാനപ്പെട്ട പരാതി. അങ്ങനെയാണ് പ്രധാനപ്പെട്ട ആരോപണവും അങ്ങനെയാണ്. ഇന്നലെ മീഡിയയോട് സംസാരിക്കുമ്പോൾ ദിലീപ് അങ്ങനെയാണ് സംസാരിച്ചിരുന്നതും അതേ കാര്യം തന്നെ ദിലീപ് ആവർത്തിക്കുകയാണ്. SIT സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഈ 8 വർഷക്കാലം തന്റെ കരിയർ, തന്റെ കുടുംബം, അതുപോലെ തന്നെ ഇമേജ്, ഇതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജും ഈ കരിയറും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിലെ ചില ക്രിമിനലുകൾ അത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പ്രതികരണം. അതേ കാര്യം തന്നെയാണ് ദിലീപ് വീണ്ടും ആവർത്തിക്കുന്നത്. അതേ കാര്യം തന്നെയാണ്. അതിജീവിതയുമായി തനിക്ക് സൗഹൃദം മാത്രമാണ്, പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ആദ്യ 4 മാസക്കാലത്തോളം അതിജീവിത തന്റെ പേര് പറഞ്ഞിരുന്നില്ല. അതേസമയം നമുക്കറിയാം 2ാം ഘട്ടത്തിലാണ് ദിലീപിന്റെ പേര് ദിലീപിനെ 8ാം പ്രതിയായി ചേർത്തിട്ട് വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യത്തെ 7 പ്രതികളെ ആദ്യം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രതി ചേർത്തിരുന്നു. 2ാം ഘട്ടത്തിലാണ് ദിലീപിന്റെ പേര് വരുന്നത്. അത് ഈ തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. 13 മണിക്കൂറാണ് ദിലീപിനെ 2017 ജൂൺ 28-ാം തീയതി ചോദ്യം ചെയ്തത്. അതിനുശേഷം ജൂലൈ 10-നാണ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. ഈ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത സമയത്ത് 13 മണിക്കൂർ എന്നുള്ളത് മാധ്യമ ആരോപണമാണ്. തന്നെ 1.5 മണിക്കൂറാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. ബാക്കിയുള്ള സമയം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. പക്ഷേ 13 മണിക്കൂർ ദിലീപ് അതിനകത്തുണ്ടായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രസൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ദിലീപ് പറയുന്നത് 1.5 മണിക്കൂർ മാത്രമാണ് തന്റെ നേരെ ഉണ്ടായിരുന്ന ചോദ്യം ചെയ്യൽ. ഇത്തരത്തിൽ മാധ്യമങ്ങളും പോലീസും കൂടി കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് താൻ ഇതിൽ കുടുങ്ങിയത്. അത് 8 വർഷമായി തനിക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെയുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ദിലീപ് മുന്നോട്ട് വെക്കുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത് 8 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന നമുക്കറിയാം ആ സമയത്ത് സംഘടനയുടെ ചുമതലയുണ്ടായിരുന്ന ആൾ, സിനിമാ സംഘടനകളുടെ ചുമതലയുണ്ടായിരുന്ന ആൾ, അതുപോലെ ഈ മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്ന ആൾ, അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ദിലീപിന് ആ കരിയർ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്തായാലും ദിലീപ് പുതിയ നിയമ പോരാട്ടവും ആരംഭിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. നടി ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നായിരുന്നു തന്റെ നിലപാടെന്ന് നടൻ ആസിഫ് അലി പറഞ്ഞു. അത് ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നല്ല, കോടതി വിധിയെ മാനിക്കുന്നതായും വിധിയെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ കോടതി നിന്നയാകുമെന്നും ആസിഫ് അലി പറഞ്ഞു. ആരോപിതനെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുന്നത് സ്വാഭാവിക നടപടിയെന്നും ആസിഫ് അലി പ്രതികരിച്ചു. അല്ല, വിധി എന്താണെങ്കിലും കോടതി വിധിയാണ്. കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോട് എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണമെന്നുള്ളത്. പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെ പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിർണയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏത് സമയത്തും അതിജീവിതനൊപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എന്റെ സഹപ്രവർത്തകയാണ്, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്.
അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ലെങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിർണ്ണയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. നടിയാക്രമണ കേസിൽ കൂടുതൽ നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്ന് എം മുകേഷ് MLA. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ, കോടതി വിധിയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ? ദിലീപിന്റെ തിരിച്ചുവരവ് തീരുമാനിക്കേണ്ടത് സിനിമാ സംഘടനകളുടെ നേതൃത്വമെന്നും മുകേഷ് പറഞ്ഞു. അല്ല, നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, അതല്ല ഇനി തെളിയേണ്ട കാര്യങ്ങളല്ലേ. കുറ്റക്കാരനല്ലാതെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കോടതിയെ മാനിക്കാതിരിക്കാനാ കുറെ ഉദാഹരണങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നിയമങ്ങളെടുത്ത് പന്താടുകയും കോടതിയെ വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താവും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെപ്പറ്റി നമ്മളെന്താ പറയാനാണ്? അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ പെർസെപ്ഷനാണ്. എന്താ അവര് വ്യൂ പോയിന്റിൽ നോക്കുമ്പം ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് നിരാശയായിരിക്കും. ഞാനിത് വിധി പകർപ്പ് വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ, എവിടെയാണ് തെളിയിക്കുക, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക. അതൊരു വലിയ തീരുമാനമല്ലേ. ഞാൻ സിനിമാ സംഘടനയിൽ ഇപ്പം ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ അതിനകത്ത് ഒരു ഭാരവാഹിയല്ല, പ്രധാന ഭാരവാഹികളൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തീരുമാനം എന്താണോ അതിനാണല്ലോ അവരെ എലക്ട് ചെയ്തത്. അവർ പറയട്ടെ. നടിയെ ആക്രമിച്ച കേസിൽ തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിച്ചിട്ടില്ലെന്ന് നടൻ ടിനി ടോം. ദിലീപ് തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല. അമ്മയിലേക്കുള്ള മടങ്ങിവരവിൽ ഭൂരിപക്ഷം നോക്കി തീരുമാനമെടുക്കുമെന്നും പ്രത്യേക യോഗം ഉണ്ടാകുമെന്നും ടിനി ടോം പറഞ്ഞു. അല്ല, അത് ജനറൽ ബോഡിയിൽ ജനങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. പ്രത്യേക മീറ്റിംഗ് വിളിക്കുമോ? അങ്ങനെ പ്രത്യേകം അതിന് യോഗം എന്തായാലും ഉണ്ടാവും. അതിന് പ്രത്യേക മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ അതിന് വളരെ പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള പ്രോസസ്സുണ്ട്. ഇറങ്ങിപ്പോയവർക്ക് അവർക്ക് തിരിച്ചു വരാനുള്ളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടേ നീങ്ങുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയും വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റുന്നൊരു ചടങ്ങുണ്ട്. അത് ദിലീപേട്ടനും മഞ്ജു അവരും കൂടിയാണ് ചെയ്തത്. ദിലീപേട്ടൻ അപ്പോൾ ഞാൻ പറയില്ല, എൻ്റെ കുടുംബമായിട്ട് എൻ്റെ ഫാദറിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ദിലീപേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ദിലീപേട്ടൻ. അപ്പോൾ അവർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ പിതാവിപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ പിതാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഴ്സണൽ ഇഷ്ടമല്ല, കോടതിയുടെ തീരുമാനത്തിൻ്റെ ഇതാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കുടുംബവുമായിട്ട് എൻ്റെ എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുക്കുന്ന ഒരു കുടുംബമാണത്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലും എൻ്റെ വീട്ടിലെത്തിയിട്ട് കൈപിടിച്ച് കയറ്റിയ ആൾക്കാരെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നല്ല സംസാരിക്കുന്നത്. കോടതിയിലാണ് നമ്മൾ കാത്തുന്നത്. ഞാൻ ഇതിനായിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് ഇന്നയാളുടെ കൂടെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ വിധിയെ മാനിക്കുന്നു, അത്രേ ഉള്ളൂ. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.